ഹായ് ഓൾ, എല്ലാവർക്കും ക്വിസ് പി സി ഹസൽ പി വൈക്യൂലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ന്യൂ SCERT ബേസിക് സയൻസ് സ്റ്റാൻഡേർഡ് 6 ആണ്. മൂന്നാമത്തെ ചാപ്റ്ററാണ് നിവർന്നു നിൽക്കാം. സ്റ്റാൻഡേർഡ് 5 നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബേസിക് സയൻസും സോഷ്യൽ സയൻസും കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പം ഇത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. ഇത് അസ്ഥിവ്യവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പോകാം. ആദ്യത്തെ ഭാഗത്ത് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെയാണ് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടത് മാത്രം നോക്കിപ്പോകാം. അസ്ഥികൂടം ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥികൂടം. ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥികൂടം. പക്ഷികളുടെ അസ്ഥികൂടം. പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്. അതിനാൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. ഇത് പക്ഷികൾക്ക് പറക്കുന്നതിന് വളരെ അനുകൂലമാണ്. ഇതാണ് പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്. അതിനാൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. അതുകൊണ്ടാണ് അവർക്ക് പറക്കാൻ കഴിയുന്നത്. ഓക്കെ, ഇനി മനുഷ്യാസ്ഥികൂടത്തിനെ കുറിച്ച് പറയുവാണ്. തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറല്ല്, കൈകാലുകളിലെ അസ്ഥികൾ, ഇടുപ്പല്ല് എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം. 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. ഇവയിൽ ഒരസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത്. ഏതസ്ഥിയാണ് ചലിപ്പിക്കാൻ കഴിയുന്നത്? കീഴ്ത്താടിയല്ലാണ് ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി. 22 അസ്ഥികളെന്ന് പറയുമ്പോൾ 14 മുഖത്തെ അസ്ഥികളും 8 തലയിലെ അസ്ഥികളും കൂടെ ചേർന്നതാണ് 22 അസ്ഥികൾ. ഓക്കെ, തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവം ഏതാണ്? മസ്തിഷ്കമാണല്ലേ. മസ്തിഷ്കത്തിന് സംഭവിക്കുന്ന ചെറിയ ക്ഷതങ്ങൾ പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇനി ഹെൽമറ്റ് വെക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നട്ടെല്ല് ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. നട്ടെല്ലിലെ അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത്. 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. ഓക്കെ, അപ്പം ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. നട്ടെല്ലിലെ അസ്ഥികളെ എന്താണ് പറയുന്നത്? കശേരുക്കൾ എന്നാണ് പറയുന്നത്. എത്ര കശേരുക്കളുണ്ട് നട്ടെല്ല്? 33 കശേരുക്കളാണ് നട്ടെല്ലിലുള്ളത്. ഓക്കെ, നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിനുള്ളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നട്ടെല്ല്. നട്ടെല്ലിന് കാര്യമായ ക്ഷതമേറ്റാൽ എഴുന്നേറ്റ് നടക്കാൻ പോലും പ്രയാസമാണ്. ഓക്കെ, അപ്പം നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിനുള്ളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണെന്ത്? നട്ടെല്ല്. നട്ടെല്ലിന് കാര്യമായ ക്ഷതമേറ്റാൽ എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമാണ്. സ്പൈനൽ ഇഞ്ചറി ഭയങ്കര പ്രശ്നമാണ് അല്ലേ. അടുത്തതായിട്ട് വാരിയലിനെ കുറിച്ചാണ് പറയുന്നത്. വാരിയല്ല് 12 ജോഡി വാരിയലുകളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് വാരിയല്ലുകളാണ്. വാരിയല്ലുകൾ പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു. നല്ല സ്റ്റേറ്റ്മെൻ്റ് ആണ്. വാരിയല്ലുകൾ പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറലിനോടും ബന്ധിച്ചിരിക്കുന്നു. ഓക്കെ, അടുത്തത് തലയോടിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നുണ്ട്? എത്രയാണ്? 22 അല്ലേ. തലയോടിലെ അസ്ഥികൾ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി ഏതാണ്? കീഴ്ത്താടിയല്ലാണ്. നട്ടെല്ലിൽ എത്ര കശേരുക്കൾ ചേർന്നതാണ്? 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം ഏതാണ്? നട്ടെല്ലാണ്. നട്ടെല്ലിൻ്റെ പ്രധാനം എന്താണ്? മനുഷ്യനെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നത് നട്ടെല്ലാണ്. മാത്രമല്ല എന്ത് ആക്ടിവിറ്റി ചെയ്യണമെങ്കിലും നമ്മുടെ നട്ടെല്ല് പ്രോപ്പർ ആണെങ്കിലേ നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. ഓക്കെ, നട്ടെല്ലിനെ ഏൽക്കുന്ന ക്ഷതം ശരീരത്തിനെ ആകെ തളർത്തിക്കളയും. ഹൃദയം, ശ്വാസകോശം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ്? വാരിയല്ലാണ്. തലയോടിനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടുള്ള പ്രധാന അവയവങ്ങൾ ഏതൊക്കെയാണ്? മസ്തിഷ്കമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കണ്ണും മൂക്കും എല്ലാം തലയോടിനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ. ഇനി കൈകാലുകളിലെ അസ്ഥികളെക്കുറിച്ച് പറയുവാണ്. മനുഷ്യൻ്റെ ഓരോ കൈയിലും 32 അസ്ഥികൾ വീതമാണുള്ളത്. മനുഷ്യൻ്റെ ഓരോ കൈയിലും എത്ര അസ്ഥികൾ വീതമുണ്ട്? 32 അസ്ഥികൾ വീതമാണ് ഉള്ളത്. 2 കാലിൽ നിൽക്കുവാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ടല്ലോ. കൈകളിലെ അസ്ഥികളെ അപേക്ഷിച്ച് കാലിലെ അസ്ഥികൾ കൂടുതൽ ബലമുള്ളവയാണ്. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ 31 അസ്ഥികളുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടിയ അസ്ഥി ഏതാണ്? തുടയല്ലാണ് അല്ലേ, തുടയല്ല്. അപ്പം മനുഷ്യൻ്റെ ഓരോ കൈയിലും എത്ര അസ്ഥികളുണ്ട്? 32 അസ്ഥികളുണ്ട്. ഓരോ കാലിലുമാണെങ്കിൽ 31 അസ്ഥികൾ വീതമാണ് ഉള്ളത്. ഓക്കെ, ജനന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം 300 അസ്ഥികൾ ഉണ്ടാകും. പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ പലതും യോജിച്ച് 206 കുറയുന്നു. ഓക്കെ,
ഇനി ടേബിൾ കൊടുത്തിരിക്കുകയാണ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക്. എന്താണ്? നട്ടലിൽ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 33 കശേരുക്കളാണ് നട്ടലിലുള്ളത്. 2 കൈയിലും കൂടി എത്ര എണ്ണം ഉണ്ട്? 64 ഉണ്ട്. 32 × 2 64 എണ്ണം ഉണ്ട്. 2 കാലിലും കൂടെ എത്ര ഉണ്ട്? 62 ഉണ്ട്. മാറല് 1 വാരിയല് 24, തലയോട്ടി 22. അങ്ങനെ ടോട്ടൽ നമുക്ക് എത്ര ഉണ്ട്? 206 അസ്ഥികളാണ് ഉള്ളത്. ഓക്കെ. അസ്ഥികൂടം ശരീരത്തിന് ആകൃതി നൽകുന്നു. ഇനി തരുണാസ്ഥികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ചെവിയിലും മൂക്കിലും ഒക്കെയുള്ള സോഫ്റ്റായ അസ്ഥിയാണ് എന്തെന്ന് പറയുന്നത്? തരുണാസ്ഥി അഥവാ കാർട്ടിലേജ് എന്ന് പറയുന്നത്. അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്ഥികൾ. ഇവ എല്ലുകളേക്കാൾ മൃദുവാണ്. മനുഷ്യ ശരീരത്തിൽ മറ്റു ജന്തുശരീരങ്ങളിലും ഇത് കാണപ്പെടുന്നു. പ്രധാനമായും തരുണാസ്ഥികൾ ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുകൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ. അസ്ഥികൾ അഥവാ ജോയിൻസ്. നമ്മുടെ കൈകാലുകളും വിരലുകളും അനായാസം മടക്കാനും നിവർത്താനും കഴിയുന്നത് എന്തുകൊണ്ടാണ്? ജോയിൻസ് ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്തോ ചെയ്യും? സ്റ്റിഫായിട്ട് തന്നെ അങ്ങ് നിൽക്കും അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. എന്താണ് അസ്ഥിസന്ധി? 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ അസ്ഥിസന്ധി എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികളുണ്ട്. അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയും കഴിയാത്തവയുമുണ്ട്. ഓക്കെ. മൂവ് ചെയ്യാൻ പറ്റുന്ന അസ്ഥിസന്ധികളുണ്ട്, കഴിയാത്തവയുണ്ട്. നോക്കിയേ, വിജാഗിരി സന്ധി അഥവാ ഹിഞ്ച് ജോയിൻറ്റ്. എന്താണ്? വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെയുള്ള സന്ധി ഏതാണ്? വിജാഗിരി സന്ധിയാണ്. ഓക്കെ. ഇനി ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. എന്താണ്? തോളലിലെ സന്ധി എല്ലാ വശത്തേക്കും ചലിപ്പിക്കാൻ കഴിയുന്നില്ലേ? തോളലിലെയും ഇടുപ്പിലെയും സന്ധി നമുക്ക് ചലിപ്പിക്കാൻ കഴിയും അല്ലേ? അപ്പം ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ, അതായത് ബോൾ പോലെ ഇരിക്കുന്ന ഭാഗം സോക്കറ്റ് പോലെ ഇരിക്കുന്ന ഭാഗത്ത് തിരിയുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്താണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. അതിനാൽ ഇതിനെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് അറിയപ്പെടുന്നു. തോള്, ഇടുപ്പ് എന്നീ ഭാഗങ്ങളിലാണ് ഈ അസ്ഥിസന്ധി കാണപ്പെടുന്നത്. ഓക്കെ. എന്താണ്? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ്. ഓക്കെ. അടുത്തത് പിവറ്റ് ജോയിൻ്റ് അഥവാ പിവറ്റ് സന്ധി. കഴുത്തിലെ അസ്ഥിസന്ധിയുടെ പ്രത്യേകത എന്താണ്? ചലിപ്പിച്ച് നോക്കൂ. കഴുത്ത് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? അപ്പം ഇത്തരം അസ്ഥികളെയാണ് പിവറ്റ് സന്ധി അഥവാ പിവറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ തിരിക്കാൻ കഴിയുന്ന സന്ധിയാണെന്ന് പറയുന്നത് പിവറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു. അതാണ് പിവറ്റ് സന്ധിയുടെ പ്രത്യേകത. ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു. വീണ്ടും കുട്ടികൾക്ക് എക്സ്പെരിമെൻ്റ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ. ഇനി അസ്ഥിഭംഗം അഥവാ ഫ്രാക്ചറിനെ കുറിച്ച് പറയുകയാണ്. അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും അസ്ഥിഭംഗം എന്ന് പറയുന്നു. അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും അസ്ഥിഭംഗം എന്ന് പറയുന്നു. അസ്ഥിഭംഗം 3 തരത്തിൽ സംഭവിക്കാം. അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗമാണ് ലഘുഭംഗം അഥവാ സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സ്ഥാനഭ്രംശം സംഭവിക്കുന്നതിനാണ് സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇനി അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണ് വിഷമഭംഗം അഥവാ കോമ്പൗണ്ട് ഫ്രാക്ചർ. ഓക്കെ. ഇനി ഇതിൽ അസ്ഥിഭംഗത്തോടൊപ്പം പുറമേക്ക് മുറിവും ഉണ്ടായിരിക്കും. ശരീരത്തിൽ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണഭംഗം അഥവാ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. അപ്പം ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് എന്ത്? സങ്കീർണഭംഗം അഥവാ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. ഇത്തരം സന്ദർഭങ്ങളിൽ അസ്ഥി ഒടിഞ്ഞ് ആന്തരാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നു. അപ്പം 3 തരത്തിലാണ് അസ്ഥിഭംഗമുള്ളത്. എന്താണ്? കോമ്പൗണ്ട് ഫ്രാക്ചർ അഥവാ വിഷമഭംഗം, സിമ്പിൾ ഫ്രാക്ചർ അഥവാ ലഘുഭംഗം, സങ്കീർണഭംഗം അഥവാ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. ഓക്കെ. അടുത്തത് എക്സ്റേയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. 1895 ജർമ്മൻ ഭൗതികശാസ്ത്രജ്ഞനായ വില്യം റോൺജൻ ഓക്കെ ആണ് എക്സ്റേ കണ്ടെത്തിയത്. എന്നാണ്? 1895 മനുഷ്യൻ്റെ കൈകളിലെ അസ്ഥികളുടെ ഫോട്ടോഗ്രാഫിക് ചിത്രം എക്സ്റേ ഉപയോഗിച്ചെടുത്തത് റോൺജനാണ്. മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് എക്സ്റേ. മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് എക്സ്റേ. എങ്ങനെയാണ് അസ്ഥിഭംഗം സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്?
പരിക്കേറ്റ ഭാഗത്ത് വേദനയുണ്ടാകും, പരിക്കേറ്റ ഭാഗം അനക്കാൻ പ്രയാസമുണ്ടാകും, സമാന ഭാഗങ്ങളുമായുള്ള വ്യത്യാസം, അതായത് നീർക്കെട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാം. അപ്പം അസ്ഥി ഭംഗം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? പ്രഥമ ശുശ്രൂഷ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിയേ. പരിക്കേറ്റ ഭാഗം ചലിപ്പിക്കാതെ സൂക്ഷിക്കണം. അതിനായി പരിക്കേറ്റ ഭാഗം സ്പ്ലിൻ്റ് ഉപയോഗിച്ച് കെട്ടാം. എന്താണ് സ്പ്ലിൻ്റ്? മരം, ലോഹം, പ്ലാസ്റ്റിക് എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലക ആണ് സ്പ്ലിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പരിക്കേറ്റ ഭാഗം ചലിപ്പിച്ചു നോക്കരുത്. അസ്ഥിഭംഗം സംഭവിച്ച ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം. ഓക്കെ. ഇനി മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ശരീരഭാരം കൂടുന്നതും അസ്ഥികളിൽ കാൽസ്യം കുറയുന്നതും കാൽമുട്ടിന് തേയ്മാന പ്രശ്നങ്ങളുണ്ടാക്കും. പ്രായം കൂടുമ്പോഴും കാൽമുട്ട് വേദന വരും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അസുഖമുള്ളതോ തേയ്മാനം വന്നതോ ആയ കാൽമുട്ടിലെ അസ്ഥികൾ നീക്കം ചെയ്യുകയും പകരം സെറാമിക്, ലോഹം, പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന കൃത്രിമ കാലുമുട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് മുട്ടുമാറ്റിവെക്കൽ. ഇത് 20 വർഷം വരെ ഫലപ്രദമായി പ്രവർത്തിക്കും. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതിയ കാൽമുട്ടിൽ ചെറിയ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. മരുന്നുകൾ ഉപയോഗിച്ചും ഫിസിയോതെറാപ്പിയിലൂടെയും ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പം 20 വർഷം വരെ പ്രശ്നമൊന്നുമില്ലാതെ കൊണ്ടുപോകാനാണ് ഇവിടെ പറയുന്നത്. ഇനി എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് എന്താണ് നമ്മൾ കഴിക്കേണ്ടത്? കാൽസ്യം അടങ്ങിയ ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്. ഓക്കെ. ഇനി ചെവിക്കുള്ളിലും അസ്ഥികൾ. നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. അതിൽ മധ്യകർണത്തിൽ 3 ചെറിയ അസ്ഥികളുണ്ട്. ഇവയാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. അപ്പം മധ്യകർണത്തിൽ കാണപ്പെടുന്ന 3 ചെറിയ അസ്ഥികൾ ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇവയ്ക്ക് കമ്പനം ചെയ്യാൻ കഴിവുണ്ട്. ഇവയുടെ കമ്പനം മൂലമാണ് നാം ശബ്ദം കേൾക്കുന്നത്. ഇവ കമ്പനം ചെയ്യുമ്പോൾ ബാഹ്യകർണത്തിൽ നിന്ന് ആന്തരകർണത്തിലേക്ക് ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. അപ്പം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. ഏറ്റവും വലുത് തുടയലാണ്. ഓക്കെ. ഇത് 6th സ്റ്റാൻഡേർഡ് ആയിട്ടുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽസ് മാത്രം. അപ്പോൾ നമുക്ക് 9th സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പഠിക്കാനുണ്ട്, നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാം. ഇപ്പം ഇത് നമുക്ക് വായിച്ചു പോകാം. ഓക്കെ. ഇനി അസ്ഥികൂടം പുറത്തും, അതായത് ബാഹ്യാസ്ഥികൂടത്തിനെ കുറിച്ച് പറയുകയാണേ. അപ്പോൾ ആന്തരാസ്ഥികൂടമുണ്ട്, ബാഹ്യാസ്ഥികൂടമുണ്ട്. എക്സോസ്കെൽറ്റൻ ആൻഡ് എൻഡോസ്കെൽറ്റൻ. ഒച്ച്, ചിലതരം വണ്ടുകൾ, ചിപ്പി, ഞണ്ട് തുടങ്ങിയ ജീവികൾക്ക് കട്ടി കൂടിയ പുറന്തോടുണ്ട്. പഴുതാര, തേരട്ട, പാറ്റ, കൊഞ്ചു തുടങ്ങിയ ജീവികൾക്ക് താരതമ്യേന കട്ടി കുറഞ്ഞ പുറന്തോടാണ് ഉള്ളത്. ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ ബാഹ്യ അസ്ഥികൂടമെന്ന് പറയുന്നു. ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ ബാഹ്യ അസ്ഥികൂടമെന്ന് പറയുന്നു. പൂച്ച, തവള, എലി, പശു, മനുഷ്യൻ തുടങ്ങിയ ജീവികൾക്ക് ശരീരത്തിന് അകത്താണ് അസ്ഥികൂടം. ഇത് ആന്തരാസ്ഥികൂടമാണ്. അപ്പം അകത്തുള്ളത് ആന്തരാസ്ഥികൂടം, പുറത്തുള്ളത് ബാഹ്യാസ്ഥികൂടം. ഒരു ജീവിയിൽ തന്നെ ബാഹ്യാസ്ഥികൂടവും ആന്തരിക അസ്ഥികൂടവും കാണപ്പെടാറുണ്ട് അല്ലേ? മുതല, ആമ എന്നീ ജീവികൾ ഏത് തരം അസ്ഥികൂടമാണ് കാണപ്പെടുന്നത്? അവർക്ക് ബാഹ്യാസ്ഥികൂടമുണ്ട്, ആന്തരാസ്ഥികൂടവുമുണ്ട്. ഓക്കെ. പിന്നെ അത് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ബാഹ്യാസ്ഥികൂടം? നട്ടലില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യാസ്ഥികൂടമാണ് ഉള്ളത്. ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതലുള്ളത് പ്രാണികളാണ്. ബാഹ്യാസ്ഥികൂടം കാലക്രമേണ പൊഴിച്ചു കളയപ്പെട്ടേക്കാം. ഓക്കെ. ആന്തരാസ്ഥികൂടമുള്ള ജീവികളിൽ ബാഹ്യാസ്ഥികൂടത്തിന് സമാനമായ ചില ഭാഗങ്ങളുണ്ട്. മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതുമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, നഖം, കൊമ്പ്, കുളമ്പ് എന്നിവ ഉദാഹരണങ്ങളാണ്. ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതിപ്പം ജസ്റ്റ് ഒരു 6th സ്റ്റാൻഡേർഡിൻ്റെ ലെവലിൽ നിന്ന് പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ചാനലിലൂടെ PYQസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ട് നോക്കുക. പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം. ഓക്കെ. സ്പെഷ്യൽ എക്സാംസിൻ്റെയും ടെക്നിക്കൽ എക്സാംസിൻ്റെയും ജനറൽ PSCക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സെലക്ട് ചെയ്തെടുത്ത് ചെയ്യുന്നുണ്ട്. അല്ലാതെ ജനറൽ PSC നടത്തുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വിത്ത് കണക്റ്റഡ് ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പം കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കയറി കണ്ടു നോക്കുക. ഓക്കെ. താങ്ക് യു ഓൾ.